വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വൈനാണ്, അതും ഇൻസ്റ്റൻറ്റ് വൈൻ. ലോലോലിക്ക ആണ് വൈൻ ഉണ്ടാക്കാൻ എടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ ലോലോലിക്ക അല്ലെങ്കിൽ റൂബിക്ക എന്നൊക്കെ പറയും. പല നാട്ടിലും പല പേരായിരിക്കും. ഇപ്പോൾ ഇത് കായ്ക്കുന്ന സീസണാണ്, അതുകൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഇത് ലഭ്യമാണ്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സാധാരണയായി ലോലോലിക്ക കൊണ്ട് ജാം ഉണ്ടാക്കും, സ്ക്വാഷ് ഉണ്ടാക്കും, അച്ചാറിടും, ഉപ്പിലിടും, അങ്ങനെ പല ഐറ്റംസും ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മളിന്ന് കാണിക്കുന്ന ഒരു അടിപൊളി വൈനാണ്, അതും ഇൻസ്റ്റൻറ്റ് വൈനാണ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സോ അതായത് ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വൈനാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. പെട്ടെന്ന് അതായത് ഇന്ന് തന്നെ ഉണ്ടാക്കി നമുക്ക് ഇന്ന് തന്നെ കഴിക്കാം. പിന്നെ വെച്ചിരുന്നാൽ അത് കൂടുതൽ നന്നായിട്ട് വരും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ലോലോലിക്കയൊക്കെ പറിച്ച് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ജലാംശമെല്ലാം ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കംപ്ലീറ്റായിട്ട് വെള്ളമയമൊക്കെ മാറി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം 2 കിലോയോളം ലോലോലിക്ക ഉണ്ട്. അതിനുശേഷം ഇത് ഇൻസ്റ്റൻറ്റ് വൈൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ വെള്ളം നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. 2 കിലോ ലോലോലിക്ക ആയതുകൊണ്ടാണ് ഞാൻ 2 ലിറ്റർ വെള്ളം വെച്ചത്. അതിലോട്ട് നമുക്ക് ഏകദേശം ഞാൻ 1.5 ലിറ്ററോളം, അതായത് 1.5 കിലോയോളം ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോർമൽ ഷുഗർ ആണെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ സ്പൈസസ് ചേർക്കണം. ഞാൻ ഏലക്ക, ഗ്രാമ്പൂ, പട്ട എല്ലാം കുറേശ്ശെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു കണക്കിന് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചതച്ച് വേണേലും ചേർക്കാം. ഞാൻ ഇത് ഇങ്ങനെ ഫ്രഷായിട്ട് തന്നെ ചേർക്കുവാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിനകത്തോട്ട് നമ്മൾ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട്. പക്ഷേ എങ്കിലും ഇത് നന്നായിട്ട് നമുക്ക് നല്ല സൂപ്പർ വൈൻ കിട്ടും. ഇപ്പം ഏകദേശം നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമ്മൾ ഇതുപോലെ തിളപ്പിക്കണം. നമ്മളിതിനകത്ത് ചേർത്ത സ്പൈസസിൻ്റെ ഫ്ലേവർ എല്ലാം ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഈ 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമ്മുടെ ലോലോലിക്ക എല്ലാം നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടോ, ഇപ്പം വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറേശ്ശെ ലോലോലിക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ലോലോലിക്ക നമ്മൾ ഈ ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു ചൂടി കിടക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് വെന്തങ്ങ് ഇതിൻ്റെ തൊലിയൊക്കെ ഇളകി വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് തണുത്തതിന് ശേഷം നമ്മളിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പം തന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ ഈ ഒരു ചൂടിൽ തന്നെ ഇപ്പം തന്നെ ഇതിൻ്റെ ഇതൊക്കെ അങ്ങ് വെന്തു, കണ്ടില്ലേ. അപ്പോൾ ഇതിന് വലിയ വേവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമ്മൾ ഈ ലോലോലിക്ക ഇട്ടതിന് ശേഷം ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇതിനി തണുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു കുപ്പിയിലോട്ട് മാറ്റാം. ഈ വൈൻ ഇന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇന്ന് തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും. പക്ഷേ ഒരു 5 ഡേയ്സെങ്കിലും ഇരിക്കുവാണെങ്കിൽ നല്ല കറക്റ്റ് പരുവാകും. ഇതിപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ കഴിക്കാവുന്ന ഒരു വൈനാണിത്. പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സോ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പം നമ്മുടെ വൈനെല്ലാം തണുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഓരോ കുപ്പിയിലോട്ട് മാറ്റാം. നമ്മളിതിനകത്ത് ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് മറ്റ് വൈൻ ഉണ്ടാക്കുന്ന പോലെ ഡെയിലി തുറന്ന് ഇളക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അടച്ചു വെച്ചാൽ മാത്രം മതി. ഒരു തുണി കൊണ്ട് അടച്ചു വെക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ഏകദേശം ഒരു 5 ദിവസം കഴിഞ്ഞു. ഇതാണ്ട് നമ്മുടെ ലോലോലിക്കയുടെ വൈനൊക്കെ ഇതാണ്ട് കംപ്ലീറ്റ് ജ്യൂസും ഇറങ്ങി നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. കണ്ടോ, അതിൻ്റെ നമ്മൾ ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർത്തില്ലെങ്കിൽ കൂടി അതിൻ്റെ ബബിൾസൊക്കെ വന്നേക്കുന്നുണ്ടല്ലേ വൈനകത്തിലെ. അപ്പം അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇതുപോലെ സെയിം തന്നെ ഗ്രേപ്പ് മുന്തിരിയും ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് മുന്തിരിയൊക്കെ ചെയ്താൽ സെയിം ഡേ തന്നെ കഴിക്കാം. നമുക്കിതൊന്ന് അരിച്ചെടുത്ത് നോക്കാം. കണ്ടല്ലോ, എന്തൊരു കളറാണ്. ആ കറക്റ്റ് കംപ്ലീറ്റ് കളറെല്ലാം ഇറങ്ങിയിട്ടുണ്ട്.
പ്രിസർവേറ്റീവ്സ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു വൈനാണ്. നമുക്കിത് മൊത്തം ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഉണ്ടോ, ഞാനിപ്പോൾ കംപ്ലീറ്റ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് എന്തൊരു കളറാണ് നോക്ക്, ഭയങ്കര കളറാണ്. നമ്മൾ പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനൊരു വൈൻ ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി വൈനാണ്, ഇൻസ്റ്റൻറ്റ് വൈനാണ്. നമുക്ക് രാവിലെ ഉണ്ടാക്കിയാൽ വൈകിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അപ്പം തന്നെ കഴിക്കാം. തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഒരു വീഡിയോ ആണ്, അടിപൊളി റെസിപ്പിയാണ്. ഇത് കംപ്ലീറ്റ് ഒരു കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ നാളെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.